ഗുരുകീർത്തി അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും നടത്തി. കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് SNDP ശാഖയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഗുരുകീർത്തി അവാർഡ് സമ്മാനിച്ചത്. കായംകുളം കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് 1657 നമ്പർ SNDP ശാഖയിലാണ് ഗുരുകീർത്തി പുരസ്കാര വിതരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പഠനോപകരണ വിതരണവും നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഗുരുകീർത്തി അവാർഡുകൾ വിതരണം ചെയ്തത്. SNDP യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. കിട്ടുമായിരുന്നു പൈസ കൊടുക്കുന്നത്. ഇപ്പൊ പൈസ കൊടുത്താൽ കിട്ടത്തില്ല, കാരണം മാനേജ്മെന്റിന് സീറ്റ് പെർമിറ്റാണ്. നഴ്സിംഗിനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പൈസ ഉണ്ടല്ലോ, അച്ഛൻ്റെ അമ്മയുടെയും പൈസ ഉണ്ട്, അതുകൊണ്ട് വാങ്ങി ആ അഡ്മിഷൻ വാങ്ങാമെന്ന് പരീക്ഷാകാലൊക്കെ പോയി. ഇപ്പം മാനേജ്മെന്റ് സീറ്റ് എത്ര പേരാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അത്രയും പേരിൽ നിന്ന് മെറിറ്റിലായിരുന്നത്. അപ്പൊ കാലത്ത് കിട്ടും. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കുക. ഉന്നത മാർഗോടുകൂടി വിജയം കൈവരിക്കണം. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അക്ഷരങ്ങൾ കിട്ടുന്നത്. ഇപ്പം ഈ നഴ്സിംഗിന് മാനേജ്മെന്റ് സീറ്റിൽ 92% മാർക്കുകൾ കിട്ടുന്നുണ്ട്. അല്ലാതെ കിട്ടുന്നില്ല. 92% മുകളിലുള്ളവർക്ക് മാത്രമേ അല്ലാതെ മറ്റേ കോട്ടയം കിട്ടുന്നുള്ളൂ, ഗവൺമെന്റ് കോട്ടയം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയില്ലായെങ്കിൽ വരുന്ന തലമുറ വലിയ അപകടത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് സാഹചര്യം നമുക്കൊക്കെ അറിയാം. ഇപ്പം മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമായിരിക്കുന്നു. ഗ്രാമങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രധാന കച്ചവടക്കാരായി ഈ പെൺകുട്ടികളെ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഇന്ന് നല്ല സെമിനേഴ്സ് കുട്ടി. ശാഖായോഗം ചെയർമാൻ K. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. K. പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് V. ചന്ദ്രദാസ് അവാർഡുകൾ സമ്മാനിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സജിത് കുമാർ, പനക്കൽ ദേവരാജൻ, K. മുരുകേശൻ, രവീന്ദ്രൻ താച്ചേത്രയിൽ, സിന്ധു രവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.